പോയാലോ? അവിടെ കൊട്ടിക്കലാശ കാഴ്ചകൾ എന്താണെന്ന് നമുക്ക് നോക്കാം. ഒരു മുഴം മുന്നേ കളം പിടിക്കുകയാണ് UDF ക്യാമ്പ്. TV പ്രസാദ് ചേരുന്നു UDF ക്യാമ്പിന്റെ പ്രതീക്ഷകൾ പങ്കുവയ്ക്കാനായി. പ്രസാദ്, എല്ലായ്പ്പോഴും ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ 5 മാസങ്ങൾക്കപ്പുറം നിയമസഭ പോരാണ്. അപ്പോൾ അക്ഷരാർത്ഥത്തിൽ സെമി ഫൈനലാണ്. കാത്തിരിക്കുകയാണ് ജനം. 13-ാം തീയതി അറിയാൻ കഴിയും. പക്ഷെ എന്തായാലും ഇന്നത്തെ കാഴ്ച അത് ഒരുപക്ഷെ കേരളത്തിലായിരിക്കും ഇത്തരത്തിലൊരു കൊട്ടിക്കലാശ കാഴ്ച ഇത്രത്തോളം വർണ്ണാഭമായി ഒരു ആഘോഷം പോലെ ഒരു തെരഞ്ഞെടുപ്പിനെ ഇങ്ങനെ വരവേറ്റുകൊണ്ട് നമ്മൾ നടത്തുന്നത് വളരെ അപൂർവമായ ഒരു കാഴ്ചയുമാണ്. കേരളത്തെ മറ്റുള്ള സംസ്ഥാനങ്ങളെയും മറ്റുള്ള വിദേശ രാജ്യങ്ങളെയും ഒക്കെ സംബന്ധിച്ച് ഈ കൊട്ടിക്കലാശം എന്ന് പറയുന്നത്. പേരൂർക്കടയിലെ കാഴ്ച എന്താണ് പ്രസാദ്? റോഷ്നി, പേരൂർക്കട കൊട്ടിക്കലാശത്തിന് പ്രസിദ്ധമാണ്. നമുക്കറിയാവുന്നതുപോലെ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 3 മുന്നണികളും കേന്ദ്രീകരിച്ച കൊട്ടിക്കലാശം നടത്തുന്ന സ്ഥലമാണ് പേരൂർക്കട എന്ന് പറയുന്നത്. ഈ തിരുവനന്തപുരത്താണെങ്കിൽ ഇത്തവണ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പ് അതിൻ്റെ ഭാഗമായി വ്യത്യസ്ത ഇടങ്ങളിലാണ് ഇവർ കൊട്ടിക്കലാശം സംഘടിപ്പിച്ചത്. പക്ഷേ ഉള്ളതിൽ കൂടുതൽ ഇവിടെ പേരൂർക്കടയിലാണ് എന്നുള്ളതാണ്. പേരൂർക്കടയിൽ 3 മുന്നണികളും തമ്മിൽ സംഘർഷമില്ലാതിരിക്കാൻ പോലീസ് നല്ല തന്ത്രപരമായാണ് കാര്യങ്ങൾ ചെയ്തത്. ഈ ഭാഗത്ത് UDF ആണെങ്കിൽ തൊട്ടപ്പുറത്തെ ഭാഗത്ത് ഇവിടെ NDA ആണ്. ഇവിടെ NDAയുടെ BJPയുടെ പ്രവർത്തകരാണ്. തൊട്ടിപ്പുറം ഇത് CPMന്റെ സ്ഥലമാണ് ഇവിടെ ഉള്ളത്. എല്ലാവരും തയ്യാറായി കഴിഞ്ഞു. CPMന്റെ സ്ഥാനാർത്ഥികൾ ആ വലിയ പ്ലക്കാർഡുകൾ എത്തിക്കൊണ്ടാണ് ഇവിടെ പേരൂർക്കടയിലേക്ക് വരുന്നത്. ആളുകൾ വന്ന് തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷേ ഉത്സാഹത്തിന് കുറവൊന്നുമില്ല. ചെണ്ടയുണ്ട്, അതുപോലെ ആ ഡാൻസ് കളിക്കുന്ന അമ്മാവന്മാരുണ്ട്, അതുപോലെ BJPയുടെ പ്രവർത്തകർ ഇങ്ങോട്ടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. തിരുവനന്തപുരം കോർപ്പറേഷന്റെ പ്രത്യേകത എടുത്ത് നോക്കിയാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ടിനേക്കാളും എത്രയോ വലിയ ആവേശമുള്ള ഒരു സ്ഥലമാണ്. ആ CPMഉം അതുപോലെ BJPയും നേർക്കുനേർ മത്സരം നടക്കുന്ന സ്ഥലം. ഇത്തവണ കോൺഗ്രസ് ആണെങ്കിൽ അതിശക്തമായ മത്സരം നടത്തുന്നു എന്നുള്ളതാണ്. ഇടതുമുന്നണിയിൽ നിന്ന് ഉറപ്പായും ഭരണം പിടിക്കും എന്ന വാശിയിലാണ് BJP. ആ ഇടതുമുന്നണിയാണെങ്കിൽ കൂടുതൽ കരുത്തോടുകൂടി കഴിഞ്ഞ തവണത്തെക്കാളേറെ സീറ്റ് പിടിക്കും എന്ന ആത്മവിശ്വാസമാണ് ഇടതുമുന്നണി പങ്കുവയ്ക്കുന്നത്. 2 മുന്നണിക്കും വലിയ തലവേദനയായിക്കൊണ്ടാണ് ഇത്തവണത്തെ കോൺഗ്രസിന്റെ മുന്നേറ്റം. ശബരിനാഥ് അടക്കമുള്ള കരുത്തരായ സ്ഥാനാർത്ഥികളെ ഇറക്കിക്കൊണ്ടാണ് ഇത്തവണ കോൺഗ്രസ് മുന്നോട്ട് പോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം റോഷ്നി. പേരൂർക്കടയുടെ തനത് സ്വഭാവം കാണിച്ചു തുടങ്ങി. ആളുകൾ വന്നു തുടങ്ങിയിട്ടുണ്ട്. വാഹനങ്ങൾ നിറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. എങ്ങും അനൗൺസ്മെന്റ് വാഹനങ്ങളുടെ കോലാഹലമാണ്. ഇവിടെ ചെണ്ടയും അതുപോലെ തന്നെ ബലൂണുകളും പതാകകളും വലിയ മുത്തുകുടകളും എല്ലാമായിട്ടാണ് ഈ തദ്ദേശ സ്ഥാപന തെരഞ്ഞെടുപ്പിന്റെ കൊട്ടിക്കലാശവും ഇവർ ആഘോഷിക്കുന്നത്. നമുക്ക് ദൃശ്യങ്ങളിലേക്ക് പോയാൽ കാണാം. ഇപ്പോൾ തന്നെ ഇവിടെ ഗതാഗത കുരുക്ക് അതിരൂക്ഷമായി കഴിഞ്ഞു. 3 മുന്നണികളും തമ്മിൽ സംഘർഷമില്ലാതിരിക്കാൻ പോലീസും അങ്ങേയറ്റം ജാഗരൂകരാണ്. 3 മുന്നണിയുടെ പ്രവർത്തകരെയും മാറ്റി നിർത്തുന്നതിന് വേണ്ടി പ്രത്യേക ടീമുകളായി പോലീസുകാരും ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളതാണ്. ഉഷാറായി ഡാൻസ് കളിക്കുന്ന ഒരു ചേട്ടനെ നമുക്ക് കാണാം. എന്താ ഇത്തവണത്തെ ഇലക്ഷൻ? സൂപ്പറായിരിക്കും. കാരണം എന്താ വെച്ചാൽ ഈ പ്രാവശ്യം തൂത്തുവാരും കോൺഗ്രസ്, അത് ഒരു സംശയമില്ല. അത് എവിടെ വേണമെങ്കിലും കഴിഞ്ഞ തവണ 10 സീറ്റ് മാത്രമേ ഉള്ളൂ. ഈ പ്രാവശ്യം അതിനെന്ത് തൂത്തുവാരും കോൺഗ്രസ്, അത് എവിടെ വേണമെങ്കിലും പറയാം. അങ്ങനത്തെ അഴിമതിയാണ് ഇപ്പൊ കമ്മ്യൂണിസ്റ്റുകാർ കാണിക്കുന്നത്. ശക്തമായ പ്രകടനം കാഴ്ചവെക്കും എന്നുള്ളതാണ് ഇവർ പറയുന്നത്. ബലൂണും കൊണ്ട് ഡാൻസ് കളിക്കുകയാണ് ചേട്ടൻ. നൃത്തം വെക്കുകയാണല്ലേ? നൃത്തം വെക്കുകയാണ്, ഡാൻസ് കളിക്കുകയാണ്. സന്തോഷാണോ? ജയിക്കോ കോൺഗ്രസ്? എത്ര സീറ്റ് കിട്ടും? എത്ര സീറ്റ് കിട്ടും ഇപ്രാവശ്യം? എത്ര സീറ്റ് കിട്ടും ഇപ്രാവശ്യം? ശക്തമായ പ്രചരണമാണ് ഇവർ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി നടത്തിയത്. അതിൻ്റെ എല്ലാം കൊട്ടിക്കലാശം എന്ന നിലയിലാണ്. അവരുടെ പ്രായം പോലും നോക്കാതെ നൃത്തം വെക്കുകയാണ്. പേരൂർക്കടയുടെ മധ്യത്തിൽ വലിയ തോതിലുള്ള ആവേശത്തിലേക്ക് പേരൂർക്കട മാറുന്നു എന്നുള്ളതാണ്. സമയം ഇപ്പോൾ 3:30 ആയതേ ഉള്ളൂ. ഇനിയുമുണ്ട് ധാരാളം ആളുകൾ പല ഭാഗത്തു നിന്നും എത്തുന്നതിന് വേണ്ടി. സംസ്ഥാനത്ത് തന്നെ നേരത്തെ നിയമസഭാ ലോക്സഭാ തെരഞ്ഞെടുപ്പുകളെല്ലാം നടക്കുമ്പോൾ ഏറ്റവും ശക്തമായ കൊട്ടിക്കലാശം നടക്കുന്ന കേന്ദ്രങ്ങളിലൊന്നാണ് ഈ പേരൂർക്കട. ദൃശ്യങ്ങളിൽ കാണാം. NDA പ്രവർത്തകരത കൂട്ടമായി അവരുടെ വാഹനങ്ങളിൽ ഇങ്ങോട്ടേക്ക് വന്നു തുടങ്ങിയിട്ടുണ്ട്. വിവിധ വാർഡുകളിലുള്ള റോഡ് ഷോ ആയിട്ടാണ്
NDA പ്രവർത്തകർ വരുന്നത്. ഇതേ ആവേശമാണ് LDF ക്യാമ്പിലുമുള്ളത്. ഇതേ ആവേശം തന്നെയാണ് UDFന്റെ ക്യാമ്പിലുമുള്ളത്. അതിശക്തമായ മത്സരം. റോഷ്നി, ഒരുപക്ഷെ സംസ്ഥാനത്ത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നിയമസഭാ തെരഞ്ഞെടുപ്പിനേക്കാളും വലിയ ആവേശം വാരി വിതറുന്ന ഒരു പോരാട്ടം തന്നെയാണ്. ആരായിരിക്കും ഇവിടെ വിജയിക്കുക എന്നറിയാൻ എല്ലാവരും ഉറ്റുനോക്കുന്നുമുണ്ട്. അതിൻ്റെ ആവേശം താഴെ തട്ടിൽ വരെ പ്രകടമാണ്. നിരവധി തവണയാണ് ഓരോ സ്ഥാനാർത്ഥിയും ഓരോ വീടുകളിലും കയറി ആളുകളെ കണ്ടത്. ആവേശം അണമുഴയാതെ ഒഴുകുകയാണ്. ആവേശം ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നു തുടങ്ങിയതിൻ്റെ സൂചന. വാഹനങ്ങളിലായി, റോഡ് ഷോ ആയി സ്ഥാനാർത്ഥികൾ ഇവിടേക്ക് വരുന്നു. പ്രവർത്തകർ മറുഭാഗത്തു നിന്ന് വരുന്നു. LDF പ്രവർത്തകരും UDF പ്രവർത്തകരും NDF പ്രവർത്തകരും NDA പ്രവർത്തകരും ഒരേ സ്ഥലത്ത് ഇവിടെ എത്തുന്നു എന്നുള്ളതാണ് പേരൂർക്കടയുടെ പ്രത്യേകത. എല്ലാ ഭാഗത്തു നിന്നും റോഡുകൾ സംഗമിക്കുന്ന ഈ പേരൂർക്കട ജംഗ്ഷൻ ഇനിയിപ്പോൾ കുറച്ച് സമയം രാഷ്ട്രീയ പ്രവർത്തകരുടെ വേദിയായി മാറും. ഇത്രയേറെ ദിവസം പരസ്യ പ്രചാരണത്തിന് ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നടത്തിയ പ്രവർത്തനങ്ങൾ അതിൻ്റെ പരസ്യ പ്രചാരണത്തിൻ്റെ കൊട്ടിക്കലാശത്തിലേക്ക് നീങ്ങുന്ന നിമിഷത്തിലേക്കാണ് ഇവിടെ പോകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം. വലിയ മുന്നൊരുക്കമാണ് കൊട്ടിക്കലാശത്തിന്റെ ഭാഗമായി ഇവർ നടത്തിയത് എന്നുള്ളതാണ്. LDFും NDAയും BJPയും ഒരുപോലെ ശക്തമായി പ്രചാരണ രംഗത്ത് സജീവമായിരുന്നു. എല്ലാ മുന്നണികളും അങ്ങനെ കളത്തിൽ ആവേശം കാണിക്കുകയാണ്. കൊട്ടിക്കലാശ ദിവസത്തിലെ ആവേശ കാഴ്ചകളാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്.